ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അമ്മയുടെ കൂടെ ക്ലിനിക്കിൽ വന്നായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അവൻ ടോട്ടലി നല്ല ആക്റ്റീവാണ്, പക്ഷെ പഠനത്തിൽ കുറച്ച് പിന്നോട്ടാണ് എന്നുള്ള കാര്യമാണ്. ആക്റ്റീവാണെന്ന് പറയുമ്പോൾ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അമ്മേനെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യും. അച്ഛൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര ആക്റ്റീവ്. ഹലോ, എൻ്റെ പേര് ശരണ്യ, കോൺ വെൽനസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അമ്മയുടെ കൂടെ ക്ലിനിക്കിൽ വന്നായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് അവൻ ടോട്ടലി നല്ല ആക്റ്റീവാണ്, പക്ഷെ പഠനത്തിൽ കുറച്ച് പിന്നോട്ടാണ് എന്നുള്ള കാര്യമാണ്. ആക്റ്റീവാണെന്ന് പറയുമ്പോൾ സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അമ്മേനെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യും. അച്ഛൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കും, ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ചെറിയ അനിയനെയും അനിയത്തിനെയൊക്കെ നന്നായിട്ട് അവൻ കെയർ ചെയ്യും, എല്ലാം നന്നായിട്ട് ചെയ്യും അവൻ. പക്ഷെ പഠിക്കുന്ന കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു എനർജറ്റിക് മൈൻഡൊന്നും കാണില്ല, ഭയങ്കര മടിയാണ്. പഠിക്കാൻ എന്താന്ന് പറഞ്ഞാൽ അവന് ഒട്ടും ഇഷ്ടമല്ല, ഒട്ടും താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം. എഴുതാനും വായിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ് എന്നുള്ളത്. ഒരു 10 മിനിറ്റിലുള്ള ഒരു പാരഗ്രാഫ് അവനോട് കോപ്പി റൈറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറയുമ്പോൾ അവൻ അത് കോപ്പി ചെയ്യാൻ എടുക്കുന്നത് നോർമലി 10 മിനിറ്റ് വേണ്ട സമയത്ത് അവൻ എടുക്കുന്നത് ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും. ആ 1 മണിക്കൂർ കൊണ്ട് അവൻ എഴുതിയാലും അതിൽ പല മിസ്റ്റേക്സും ഉണ്ടാവും. ഇപ്പോൾ അക്ഷരങ്ങൾ ചിലപ്പോൾ മാറിയിട്ടായിരിക്കും എഴുതുന്നത്, തിരിച്ച് എഴുതുന്ന പോലെ, അല്ലെങ്കിൽ അക്ഷരങ്ങൾ തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കുറേ പ്രോബ്ലംസ് അവൻ്റെ റൈറ്റിങ്ങിലുണ്ട്. നമുക്കത് അവൻ എഴുതുന്നത് കംപ്ലീറ്റ്ലി നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കില്ല എന്നുള്ള കുറേ പ്രോബ്ലംസ് പറഞ്ഞായിരുന്നു. ഇത് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കാം. നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 5 മുതൽ 20% കുട്ടികൾ വരെ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആ പഠന പ്രയാസങ്ങൾ എല്ലാം ലേണിംഗ് ഡിസബിലിറ്റി ആവണമെന്നില്ല. പഠനത്തിലുണ്ടാവുന്ന ഈ ഡിഫിക്കൽട്ടീസും ലേണിംഗ് ഡിസബിലിറ്റിയും എന്ന് പറയുന്നത് രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പല സമയത്തും പാരൻസ് തൻ്റെ മകന് ലേണിംഗ് ഡിഫിക്കൽട്ടി ആണോ അതോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്ന് മനസ്സിലാക്കാതെ പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ലേണിംഗ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ, എന്താണ് ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് ചോദിക്കുന്ന സമയത്ത് പഠനത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പഠനത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ പല റീസൺസും കൊണ്ടായിരിക്കാം കുട്ടിക്ക് വരുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മേ ബി ഫാമിലി ഇഷ്യൂസ് ആവാം, സ്കൂൾ എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാവാം, സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ അതൊക്കെ കുട്ടീനെ മാനസികമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവൻ്റെ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ്. ചില കുട്ടികൾക്ക് കണ്ണിന് വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒരു കുട്ടിയുടെ കേസ് പറയുവാണെങ്കിൽ 2ാം ക്ലാസ്സിലായിരുന്നു കുട്ടി പഠിക്കുന്നത്. അവന് ബോർഡിൽ ടീച്ചർ എഴുതുന്ന കാര്യം അതേപോലെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ഇത് അവൻ കോപ്പി ചെയ്യുന്നത് തൊട്ടടുത്ത ഫ്രണ്ടിൻ്റെ നോട്ട്ബുക്കിൽ നോക്കിയിട്ടാണ് അവൻ ഇത് കോപ്പി ചെയ്ത് എഴുതുന്നത്. അപ്പം എന്താണ് പിന്നീട് അത് ടീച്ചർ നോട്ടീസ് ചെയ്യും, അത് പാരൻറ്റിനോട് പറയുകയും ചെയ്തു. അപ്പം കുട്ടി പറഞ്ഞത് എനിക്ക് ഈ ദൂരത്തുള്ളത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അവൻ്റെ കണ്ണിനുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു. കണ്ണിലെ കാഴ്ചക്കുറവിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് അവന് അന്ന് ബോർഡിൽ എഴുതിയ കാര്യം അവന് നോട്ടിലോട്ട് കോപ്പി റൈറ്റ് ചെയ്താൻ പറ്റാതിരുന്നത്. സോ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്ന സമയത്ത് അതിനുള്ള കാരണങ്ങൾ മേ ബി ഫിസിയോളജിക്കൽ റീസൺസ് ആവാം. അവൻ്റെ കണ്ണിന് ഒരു കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് അവൻ ഇത് എഴുതാൻ പറ്റാതിരുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റിയുള്ള ഒരു കുട്ടീനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവൻ്റെ IQ ലെവൽ എന്ന് പറയുന്നത് നോർമലായിരിക്കും, നോർമലോ അതിൽ കൂടുതലോ ആയിരിക്കും. എന്നാൽ അവന് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും, പഠിക്കുന്നതിൽ അത്യാവശ്യം വീക്കായിട്ടുണ്ടാവുകയും ചെയ്യും. അതായത് IQ ലെവൽ എന്ന് പറയുന്നത് 90 മുതൽ 110 വരെയാണ് നമ്മൾ നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു LD ഉള്ള കുട്ടിയത് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് IQ ലെവൽ എന്ന് പറയുന്നത് 90, 110 അതിന് മുകളിലോ ആയിരിക്കാം. പക്ഷേ അവൻ്റെ അക്കാഡമിക് പെർഫോമൻസ് അല്ലെങ്കിൽ പഠനത്തിൽ അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഉണ്ടാവും. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻലി 3 ടൈപ്പാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത്. ഒന്നാമത്തേതാണ് ഡിസ്ലെക്സിയ, രണ്ടാമത്തേത് ഡിസ്ഗ്രാഫിയ, മൂന്നാമതായിട്ട് വരുന്നത് തന്നെയാണ്
ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് വരുന്നതാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് നമ്മളുടെ വായനയിൽ, കുട്ടിക്ക് വായനയിൽ ഉണ്ടാവുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് റൈറ്റിങ്ങിലുള്ള പ്രോബ്ലംസ്. മൂന്നാമതായിട്ട് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് അത് മാത്സുമായിട്ട് അല്ലെങ്കിൽ കണക്കുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അതിനെ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ചില കുട്ടികളിൽ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ ചിലവരിലാണെങ്കിൽ ഇതിൻ്റെ മൂന്നും കമ്പൈൻ ടൈപ്പായിട്ട് അല്ലെങ്കിൽ മിക്സഡ് ടൈപ്പായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് കുട്ടിക്ക് വായനയിലുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ്റെ വായന എന്ന് പറയുന്നത് സ്ലോ ആയിട്ടായിരിക്കും, വളരെ പതിയായിരിക്കും വായിക്കുന്നത്. വായിക്കുന്ന സമയത്ത് പല വേർഡ്സും അവൻ സ്കിപ്പ് ചെയ്യും. ഒരു സെൻറ്റൻസ് വായിക്കുകയാണെങ്കിൽ അതിലുള്ള പല വേർഡ്സും അവൻ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിലുള്ള ചിഹ്നങ്ങൾ, വാക്കുകളിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ചിഹ്നങ്ങൾ ചേർന്നിട്ടുള്ള വാക്കുകളാണെങ്കിൽ അവൻ ഫോക്കസ് ചെയ്യുന്നത് അക്ഷരങ്ങളിലോട്ട് മാത്രമായിരിക്കും. ആ ചിഹ്നങ്ങൾ അവന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അവൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഗസ്സിങ് ആണ്. പല വേർഡ്സ് അവൻ ഗസ് ചെയ്യും. രണ്ട് അക്ഷരങ്ങൾ വന്നാൽ മേ ബി ഇതാവാം എന്നുള്ള രീതിയിൽ അവൻ ഗസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫുള്ളി അവൻ അത് വായിക്കാതെ വാക്കുകളെ ഗസ് ചെയ്യുന്ന ഒരു ശീലവും ഇത്തരത്തിലുള്ള കുട്ടികളിൽ കാണാൻ പറ്റും. അതേപോലെ പങ്ക്ച്വേഷൻ്റെ കാര്യങ്ങളും അവന് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അതിവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വായിക്കേണ്ട ഒരു നോളജ് ഒന്നും അവരിൽ കാണിക്കില്ല. അല്ലെങ്കിൽ ഒരു കോമ ഉണ്ടെങ്കിൽ ആ ഒരു കോമ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതൊന്നും അവർ കൺസിഡർ ചെയ്യാതെയാണ് വായിച്ചു പോവുക. ഇത്തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന പ്രോബ്ലമാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന സമയത്ത് കുട്ടിക്ക് എഴുത്തിലുണ്ടാവുന്ന പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ എഴുത്തിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അവൻ എഴുതുന്നത് മേ ബി ഇംഗ്ലീഷിലൊരു വേർഡ് എഴുതുവാണെങ്കിൽ അതിൽ മേ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അവൻ ആ വേർഡ് എഴുതുന്നത്. എഴുതുമ്പോൾ തന്നെ ആ ഒരു അക്ഷരങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ഗ്യാപ്പൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുണ്ടായിരിക്കില്ല. മേ ബി ഒരു അക്ഷരം എഴുതി 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടായിരിക്കാം മേ ബി അടുത്ത അക്ഷരം എഴുതുന്നത്. അത്തരത്തിലുള്ള ഗ്യാപ്പിൻ്റെ പ്രോബ്ലം ഒക്കെ കാണും. അതേപോലെ അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് തിരിച്ചെഴുതും. മിറർ റൈറ്റിംഗ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അക്ഷരങ്ങളെ നമ്മൾ തിരിച്ചെഴുതുക. നമ്മുടെ മിററിൽ കാണുന്ന പോലെ ആയിരിക്കും കുട്ടി ആ ഒരു അക്ഷരം എഴുതുന്നത്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ ഫേസ് ചെയ്യുന്ന കുട്ടികളിൽ കാണുന്നത്. അതേപോലെ മൂന്നാമതായിട്ട് വരുന്നതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് ഗണിതം അല്ലെങ്കിൽ കണക്കുമിൽ കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. കണക്കിൽ വരുന്ന ഓപ്പറേഷൻസ്, ഇപ്പോൾ പ്ലസ് മൈനസ്, മേ ബി അവരുടെ ചിഹ്നങ്ങളൊന്നും അവർക്ക് അറിയത്തുണ്ടാവില്ല. അതേപോലെ ഡിജിറ്റ്സിൻ്റെ കാര്യങ്ങൾ കൗണ്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഡിജിറ്റ്സ് ഒക്കെ കൗണ്ട് ചെയ്യാനും അത് എണ്ണാനും ഒക്കെ കുട്ടി നന്നായിട്ട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 സിറ്റുവേഷൻസിലും ഏതെങ്കിലും ഒന്ന് നമ്മുടെ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അല്ലെ ഇതിൽ 3 പ്രോബ്ലംസ് ഒക്കെ നമ്മളെ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പല പേരൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് എൻ്റെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുക എന്നുള്ളൊരു കാര്യം. നമ്മുടെ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്നുള്ളത് തിരിച്ചറിയാൻ ഫസ്റ്റ് നമുക്ക് പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ഒന്നുകിൽ പാരൻറ്റിനോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനോ ആയിരിക്കാം. ഞാൻ മുന്നേ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം തൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു IQ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ്. IQ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് അവൻ്റെ